ധനസുമോദ് തുടരൂ. ധനസുമോദിലേക്ക് മടങ്ങിയെത്താം. സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, ഇതിപ്പോഴിതാ 7 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു, 2 പേർക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല കോടതി. ഇപ്പോൾ ഇന്നത്തെ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ, ഇപ്പോൾ തീരുമാനം, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ട് ജാമ്യം നൽകിയിട്ടില്ല അല്ലെങ്കിൽ ജാമ്യം നൽകുന്നില്ല എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. വിധി പ്രസ്താവം പൂർണ്ണമായും ലഭ്യമാകേണ്ടതുണ്ട്. നിലവിലെ ഈ ഒരു തീരുമാനത്തെ എങ്ങനെ കാണണം? ഇന്ന് വളരെ സുദീർഘമായ ഒരു വിധി പ്രസ്താവനയാണ് സുപ്രീം കോടതി നടത്തിയത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ നിയമങ്ങളിൽ കൊടുക്കുന്ന ബെയിലിന്റെ ഒരു അത്രയും കൂടുതൽ ഒരു സ്പെഷ്യൽ ലോയില് UAPAയുടെ കീഴിലുള്ള ഒഫൻസസിന് കൊടുക്കാൻ പാടില്ല. കാരണം പാർലമെന്റ് ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതില് ബെയിൽ കൊടുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് റീസണബിൾ ആയിട്ട് തോന്നണം, ഈ പ്രതി കുറ്റകൃത്യം ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നണം എന്ന് സെക്ഷൻ 43D(5) പറയുന്നുണ്ട് UAP. അത് ഭരണഘടനാ കോടതികൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഇത്രയധികം വർഷങ്ങൾ ജയിലിലായിട്ട് കൂടി പേഴ്സണൽ ലിബർട്ടി അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ബെയിൽ കൊടുക്കുമ്പോൾ ഈ കണ്ടീഷൻസ് കൂടെ മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതില് ഷാർജിൽ ഇമാമും ഉമർ ഖാലിദും ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി പ്രഥമദൃഷ്ട്യാ കോടതിക്ക് തോന്നുന്നുവെന്നും ബാക്കി പ്രതികളുടെ കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് അവർക്കിപ്പോ ജാമ്യം കൊടുക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഷാർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും 1 വർഷത്തിനകത്ത് വീണ്ടും കോടതിയെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് സമീപിക്കാനുള്ള ഒരു അവകാശം കൂടി കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ കേസ് തീരുകയാണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനകത്ത് വീണ്ടും ബെയിലുമായിട്ട് വരാനുള്ള ഒരു അവകാശം കൂടെ കൊടുത്തുകൊണ്ടാണ് കേസ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ടൈറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, UAP പോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടാം. ഇപ്പോൾ ഉമർ ഖാലിദാണ്, വേറെ ആരെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാലും ഇതുപോലെ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനെയൊരു കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രമേ ബെയിൽ കൊടുക്കാൻ കഴിയൂ. അത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും ഒക്കെ ബാധകമാണെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വിധി പ്രസ്താവത്തിൽ നമ്മൾ കാണേണ്ടത്. പക്ഷേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോൾ കഴിഞ്ഞ 5 വർഷമായി വിചാരണ പോലും ഇല്ലാതെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അതുകൂടി പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അത് വളരെ സുദീർഘമായ വിധി പ്രസ്താവനത്തില് പറഞ്ഞത് പേഴ്സണൽ ലിബർട്ടിയുടെ പ്രാധാന്യത്തെ പറ്റി ഊന്നി പറയുന്നുണ്ട്. അതിനെപ്പറ്റി കുറെ അധികം പാരഗ്രാഫുകൾ വായിച്ചു. അതിനുശേഷം അത് ഒരു ബാലൻസിങ് ആയിട്ട്, അത് കൂടാതെ ഈ പ്രത്യേക നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേക ഒഫൻസസിന് പാർലമെന്റ് ഇത് കോൺഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ആ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി നേരത്തെ തന്നെ അപ്ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ആ നിയമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പേഴ്സണൽ ലിബർട്ടിയും സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു വിധി ചെയ്തിരിക്കുന്നത്. കോടതി പറഞ്ഞൊരു കാര്യം, ക്രിമിനൽ കേസുകളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് വേറൊരു പ്രതിക്ക് അതേപടി കിട്ടണമെന്നില്ല, ഐഡന്റിക്കൽ ആയിരിക്കണമെന്നില്ല. അതില് വസ്തുതകൾക്ക് വ്യത്യാസം ഉണ്ടാകും, ഫാക്ട് വ്യത്യാസം ഉണ്ടാകാം. ഓരോ പ്രതികൾക്കും ഇതിനകത്ത് എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് കോടതി തീരുമാനം എടുക്കേണ്ടത്. ഒരേ സെറ്റ് ഓഫ് ഫാക്ട്സ് ആണെങ്കിൽ കൂടി അതിനകത്ത് ഓരോരുത്തരുടെയും എന്താണ് അതിനകത്തെ റോളെന്ന് നോക്കിയിട്ടാണ് ഈ 2 പേർക്ക് ഇന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉമർ ഖാലിദ് അതുപോലെ തന്നെ ഷാർജിൽ ഇമാം, ഇവർക്ക് 2 പേർക്കും കൃത്യമായ പങ്ക് ഇതിൽ ഉണ്ട് എന്ന് കോടതിക്ക് വ്യക്തമായതിന് പിന്നാലെയാണോ ഈ ഒരു തീരുമാനം എന്നാണ് ഇന്ന് സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കേട്ടത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ അഭിഭാഷകരൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം അത്രയധികം ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കേസ് ട്രയൽ പെട്ടെന്ന് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു വകുപ്പല്ല, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിട്ട് കപിൽ സിബലൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ കോടതിക്ക് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്, ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളെ പരിശോധിച്ചതിൽ നിന്ന് ഷാർജിൽ ഇമാമിനും ഉമർ ഖാലിദിനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തലിന്റെ പുറത്താണ് അവർക്ക് ഇത്രയധികം നാള് ജയിലിലായിട്ട് കൂടി ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ.